ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു ഡാൽക്കോണ കോഫിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പം എന്താ പറയുക, ടിക്ടോക്കിലും യൂട്യൂബിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ട് വൈറലായതാണ്. ഫേസ്ബുക്കിലൊക്കെ എന്തോരം പേരാണെന്നറിയും ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടത് ഷെയർ ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കിയൊക്കെ സിമ്പിളാണ്. നമുക്കിതിനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് വേണ്ടത്. നെസ്കഫേയുടെയോ ബ്രൂവിൻ്റെയോ വല്ലതും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ലേ, അത് വേണം. പിന്നെ പഞ്ചസാര വേണം. പിന്നെ ചൂടുവെള്ളം, നല്ല തിളച്ചതാവണമെന്നില്ല, എന്നാലും അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെ വേണം. പിന്നെ ഇതിലേക്ക് ചൂടുള്ള പാലും ചേർക്കാം. അതല്ല, തണുത്ത പാൽ യൂസ് ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് എല്ലാം ഒരേ അളവിൽ വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പിലേക്കുള്ള ഇതിലാണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ 1 കപ്പ് പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, ആ രീതിയിൽ അളവിൽ വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ്സിലേക്കുള്ള പാലിന് വേണ്ടിയിട്ടുള്ളത് എടുക്കുന്നുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം. ഇത് മൂന്നും ചേർത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം ഒന്ന് യോജിക്കാനായിട്ട്. നമുക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. നമ്മൾ ഈ കേക്കൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബീറ്റർ ഇല്ലേ, അതല്ല, അതില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അത് നന്നായിട്ട് പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ 5-6 മിനിറ്റ് അടിച്ചെടുത്തപ്പോഴാണ് ഇത്രയെങ്കിലും ആയത്. നമ്മളിപ്പോൾ ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലഫിയും നല്ല ഇതായിട്ടിരുന്നേനെ. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യണം. അതില്ലെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കറക്റ്റ് മീൻസ് കുറച്ചുകൂടെ ഒരു തിക്കായിട്ട് വന്നിരുന്നെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ. അല്ലാതെ യാതൊരു ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊഴിക്കുന്ന ആ ഗ്ലാസ്സിലേക്ക് ആദ്യം 1-2 ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. ഇത് തിളപ്പിച്ചാറ്റിയ പാലാണ്. അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, അത് കോഫിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് താഴേക്ക് പോവില്ല, പാലിൻ്റെ താഴേക്ക് പോവില്ല. ഇതിങ്ങനെ മുകളിൽ പൊന്തി ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായത് കറക്റ്റ് പാകമായിട്ടുള്ളതാണെന്ന്. കുറച്ചുകൂടെ ഒന്ന് തിക്കായാൽ നല്ലതായിരുന്നു കാണാനായിട്ടെന്ന് മാത്രം. ഇത് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ പാലിന് മുകളിൽ പൊന്തി തന്നെ കിടപ്പുണ്ട്. ഇങ്ങനെയാണിത് സെർവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുടിക്കാൻ നേരത്ത് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഞാൻ അതിൻ്റെ മുകളിൽ 1-2 നുള്ള് കോഫി പൗഡറും കൂടെ ചുമ്മാ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ സംഭവമല്ല. ഇനി നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും പാലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പിച്ചീനോ ഒക്കെ കുടിക്കില്ല, അല്ലെ ക്രീം കോഫിയൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനും നല്ല രസമാണ്, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.